നൽകാൻ വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി യോഗം നടത്താനും തീരുമാനമായി. ചർച്ചകൾക്കിടെ പുടിനുമായി 40 മിനിറ്റ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ചർച്ചയ്ക്കിടയിലും യുക്രൈനിൽ റഷ്യൻ ആക്രമണം തുടരുകയാണ്. പി ജെയിംസ്, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഇതിനു മുൻപൊരു കൂടിക്കാഴ്ച നമുക്കൊക്കെ ഓർമ്മയുണ്ട്, ട്രംപും സെലൻസ്കിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച. പക്ഷേ ആ തരത്തിലേക്കൊന്നും സംഭവിക്കാതെ വളരെ പ്രൊഡക്റ്റീവായി തന്നെ ഈ ചർച്ച അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? കാരണം അതിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. അലാസ്ക കൂടിക്കാഴ്ചയിലും ഡീൽ ഉണ്ടായിട്ടില്ല, പക്ഷേ അപ്പോഴും അതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാകുന്നു. ഇവിടെയും അങ്ങനെ തന്നെ ഒരു ത്രികക്ഷി ചർച്ചയിലേക്ക് പോകുന്നു. ഒപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ശുഭപ്രതീക്ഷയല്ലേ വേണ്ടത്? ഗുഡ് മോർണിംഗ് അനുജ. കാര്യം വളരെ ശരിയായിട്ടുള്ളതാണ്. എന്തായാലും ഇതിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, യുദ്ധം തീരാൻ 3.5 വർഷമായിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ ചുവട് എന്ന നിലയിൽ ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ഓവൽ ഓഫീസിൽ, വൈറ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ സെലൻസ്കി ഒന്ന് പേടിച്ച് കാണണം. കാരണം കഴിഞ്ഞ തവണ വന്നിട്ട് ഈ ട്രംപും അതുപോലെ തന്നെ JD വാൻസും സ്കൂളിൽ ചെല്ലുന്ന കുട്ടികളെ റാഗ് ചെയ്യുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ സെലൻസ്കിയെ അപമാനിച്ചു വിട്ടത്. പക്ഷേ ഇത്തവണ ബോഡി ലാംഗ്വേജ് എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. രണ്ടുപേരും ചിരിക്കുന്നു, സംസാരിക്കുന്നു. അത് തന്നെ ഒരു പോസിറ്റീവ് ടോണാണ്. ട്രംപിനോട് പെരുമാറുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നത് സംബന്ധിച്ച് പോലും യൂറോപ്യൻ നേതാക്കൾ സ്റ്റഡി ക്ലാസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. സെലൻസ്കി യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്നാണ് വരുന്നത്. അത്ര പരുക്കൻ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ ഇതായിട്ടുള്ള ഭാഷ സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ട്രംപിനെ ആശ്വസിക്കാവുന്നൊരു കാര്യം, ഇതുവരെ വ്ളാഡിമിർ പുടിനും വൊളോഡിമിർ സെലൻസ്കിയും ഒപ്പം ഇരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ല. അതിന് തീരുമാനമായിരിക്കുന്നു. ഇപ്പോൾ പുടിൻ്റെ മറുപടി വന്നതായിട്ടാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. പുടിനും ഈ തരത്തിൽ ചർച്ചയ്ക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറയുന്നു. ഒരു പക്ഷേ ത്രികക്ഷി യോഗമായിരിക്കും നടക്കുന്നത്. റഷ്യൻ പ്രസിഡന്റും സെലൻസ്കിയും ആദ്യം കണ്ടുമുട്ടുക. അവിടെ അതിൻ്റെ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, അതിൽ പങ്കെടുക്കുക. അങ്ങനെ അമേരിക്ക, റഷ്യ, ഉക്രൈൻ ചർച്ച നടക്കും. ഒരുപക്ഷെ യൂറോപ്യൻ നേതാക്കളായിട്ടുള്ള പ്രമുഖർ തന്നെ എത്തിയിരുന്നു. യൂറോപ്പിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ, ഫ്രഞ്ച് പ്രസിഡന്റും ജർമ്മൻ ചാൻസലർ മെർസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അടക്കമുള്ളവരൊക്കെ എന്നിരുന്നു. അവരെത്തിയത് ഇത്തവണ സെലൻസ്കിയെ ഒരുപക്ഷെ ട്രംപ് നിർബന്ധിച്ച് മധ്യസ്ഥത്തിന് ശ്രമിക്കുകയും പ്രശ്നം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന കണ്ടുകൊണ്ടാണ്. എന്തായാലും ഇതിൽ ഉയർന്നു വന്നിരിക്കുന്നത് അനുജ, ഈ യുദ്ധം അവസാനിക്കണം, പക്ഷേ അതിൽ ഭൂമി വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചയുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒറ്റ കാര്യമാണ് നാറ്റോ അംഗത്വം നൽകാൻ പറ്റില്ലെന്ന് ട്രംപ് മുന്നേ കയറി പ്രഖ്യാപിച്ചു. നാറ്റോ അംഗത്വത്തെ ചൊല്ലിയാണ് 3.5 വർഷം യുദ്ധം നടന്നത്. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി, സെക്യൂരിറ്റി ഗ്യാരണ്ടി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് കൊടുക്കാം. നാറ്റോ ഔദ്യോഗിക തലത്തിൽ ഇടപെടണോ വേണ്ടേ എന്നുള്ളത് പിന്നെ തീരുമാനിക്കും. എന്ന് മാത്രമല്ല, ഈ തടവുകാരെ വിടുന്നത് സംബന്ധിച്ച് പരസ്പരമുള്ള ചർച്ചകൾ നടക്കും. പക്ഷേ കിഴക്കൻ ഉക്രൈനിൽ പിടിച്ചു വച്ചിരിക്കുന്ന ഭൂമി, അത് പ്രത്യേകിച്ച് 1/3 ഭാഗം റഷ്യയുടെ കയ്യിലാണ്. അത് വിട്ടുകൊടുക്കുമോ എന്നറിയില്ല. ക്രീമിയ ഏതായാലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. 2014 പിടിച്ചതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് ഇതിനിടയിൽ നേതാക്കളോട് പറഞ്ഞ കാര്യം വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ് അനുജ. ഞാൻ ഇതുവരെ 6 യുദ്ധങ്ങൾ നിർത്തി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ട്, തായ്ലൻഡ് കംബോഡിയ യുദ്ധമുണ്ട്, ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ട്, സെർബിയ കൊസോവോ യുദ്ധമുണ്ട്, ഒപ്പം തന്നെ കോങ്കോയും അതുപോലെ തന്നെ റുവാണ്ടയും. പക്ഷെ ഇവിടെ പലയിടത്തും വീണ്ടും അടി തുടരുകയാണ്. ഇന്ത്യ ആണെങ്കിൽ മധ്യസ്ഥ ശ്രമം തീരുമാനിച്ചിട്ടുമില്ല അനുജ. അതാണ് ഇന്നലെ ഉണ്ടായ കൂടിക്കാഴ്ച. തുടർ ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന ഘടകവും. മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.